ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. KTET എല്ലാ സബ്ജക്റ്റുകാർക്കും എല്ലാ കാറ്റഗറിക്കാർക്കും യൂസ്ഫുൾ ആവുന്ന കോമൺ പെഡഗോജിയിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 ക്ലാസ് നമ്മളുടെ കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ടോപ്പിക്സുകൾ നമുക്കൊന്ന് കവർ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമുക്കറിയാം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ക്യാപ്സ്യൂൾ പോലെയാണ് ഈ ഒരു സീരീസിലൂടെ തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കരിക്കുലം. അപ്പോൾ കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് സബ്ജക്റ്റിൻ്റെ പെഡഗോജിൻ്റെ അകത്തും നമ്മുടെ സൈക്കോളജിയുടെ ആപ്റ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസിനകത്തും കാണാറുണ്ട് അല്ലേ. സോ അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഈ കരിക്കുലം റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കരിക്കുലം ഒറിജിനേറ്റ്സ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ക്യുറേറെ വിച്ച് മീൻസ് ടു റൺ. അപ്പോൾ ലാറ്റിൻ പദമായ കുറേറെ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഈ പറഞ്ഞ കരിക്കുലം എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ടു റൺ എന്നാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ദെർഫോർ ഡിഫൈൻഡ് ആസ് ദ കോഴ്സ് ടു ബി റൺ ഫോർ റീച്ചിങ് എ സർട്ടൻ ഗോൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഇതൊരു കോഴ്സാണ് ടു ബി റൺ ഫോർ റീച്ചിങ് എ സർട്ടൻ ഗോൾ റീച്ച് ചെയ്യാനുള്ള ഒരു റണ്ണിങ് ആണ്. അല്ലെങ്കിൽ ആ ഒരു റണ്ണിനെയാണ് നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് കോഴ്സിൻ്റെ ഒരു റണ്ണിങ്ങിനെയാണ് നമുക്ക് കരിക്കുലം എന്ന് വേണമെങ്കിൽ പറയാം. ദ ടേം കരിക്കുലം റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റ് ഓർ കോഴ്സസ് ഓഫ് സ്റ്റഡി അറേഞ്ച് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ് ഫോർ ഇൻസ്ട്രക്ഷണൽ പർപ്പസസ് ഇൻ സ്കൂൾസ്. അപ്പോൾ ആ കരിക്കുലം എന്ന ടേമിന് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യുവാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫ് സ്റ്റഡിയാണ്. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്? അറേഞ്ച് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്ട്രക്ഷണൽ പർപ്പസസ് ഇൻ സ്കൂൾസ്. അപ്പോൾ ഇനി നമുക്ക് ഈ കരിക്കുലവുമായി ബന്ധപ്പെട്ട 1-2 ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് നോക്കാം. ജനറൽ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം തന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലാറ്റിൻ വേർഡ് എന്നുള്ള ഓർക്കുക. ക്യുറേറെ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ടു റൺ എന്നൊരു പോയിന്റ് മാത്രമാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് ഈ കണ്ണിങ്ഹാമിൻ്റെ ഈ ഡെഫിനേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രശ്നം ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ണിങ്ഹാം ദ കരിക്കുലം ഈസ് എ tool in the hands of the artist, the teacher, to mold his material, the pupil, according to his ideal objective in his studio at the school. അപ്പോൾ കണ്ണിങ്ഹാം പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണോ ഒരു ചിത്രത്തിൻ്റെ തൻ്റെ സ്റ്റുഡിയോയിൽ തൻ്റെ ഐഡിയാസിനൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണോ ഒരു ചിത്രം വാർത്തെടുക്കുന്നത് അതുപോലെ ടീച്ചറെ കയ്യിലുള്ള ഒരു ടൂളാണ്. ഇവിടെ നോക്കൂ, ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്. ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചറിനെയാണ്. ദെൻ മോൾഡ് ഹിസ് മെറ്റീരിയൽ മീൻസ് അവിടെ ചിത്രത്തിനെയാണ് ആർട്ടിസ്റ്റ് മോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആരെയാണ്? പീപ്പിൾ, കുട്ടികളെയാണ്. അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽ, അവിടെ ആർട്ടിസ്റ്റ് തൻ്റെ ഐഡിയൽസ് പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ്? ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് പ്രകാരം അല്ലേ. ഇൻ ഹിസ് സ്റ്റുഡിയോ, അവിടെ സ്റ്റുഡിയോയിലാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? സ്കൂളിൽ. സോ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് നമ്മുടെ ഒരു ടീച്ചർ മോൾഡ് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. അപ്പോൾ നോക്കൂ, ഇൻ ദിസ് വ്യൂ, ഈ ഒരു വ്യൂ പ്രകാരം നോക്കുകയാണെങ്കിൽ ദ ടീച്ചർ യൂസസ് ദ കരിക്കുലം ആസ് എ മീൻസ് ടു ഷേപ്പ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ ടീച്ചർ ഈ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഒരു ടൂളാണ് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ടീച്ചർ യൂസസ് ദ കരിക്കുലം ആസ് എ മീൻസ് ടു ഷേപ്പ് ദറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റിനെ ഷേപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ഗൈഡഡ് ബൈ ദർ എഡ്യൂക്കേഷണൽ ഗോൾസ് പ്രകാരം ഗൈഡ് ചെയ്യാണ്. ആൻഡ് ദ സ്കൂൾ എൻവയോൺമെൻറ്റിൽ വെച്ച് അല്ലെങ്കിൽ സ്കൂൾ എൻവയോൺമെൻറ്റും അതായത് എഡ്യൂക്കേഷണൽ ഗോൾസും വെച്ച് കുട്ടികളെ ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടീച്ചറുടെ കയ്യിലുള്ള ഒരു ടൂളാണ് കരിക്കുലം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ കരിക്കുലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് ഒരു ടീച്ചറെ കമ്പാരിസൺ ചെയ്തിട്ടാണ് ഈ കണ്ണിങ്ഹാം ഇങ്ങനെ ഡെഫിനിഷൻ തരുന്നത്. സോ ഇവിടെ ആർട്ടിസ്റ്റ് എങ്ങനെയാണോ തൻ്റെ ചിത്രത്തെ തൻ്റെ ആ ഒരു ഐഡിയൽസ് പ്രകാരം തൻ്റെ സ്റ്റുഡിയോവിൽ മോൾഡ് ചെയ്തെടുക്കുന്നത് അതുപോലെയാണ് കുട്ടികളുടെ നമ്മുടെ ടീച്ചറിൻ്റെ കയ്യിലുള്ളൊരു ടൂളാണ് കരിക്കുലം എന്നിങ്ങനെ രീതിയിലാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ടീച്ചറിനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചില എക്സാമിൽ ചോദിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ പോലെ സ്കൂൾ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഏതിനെ റെഫർ ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടീച്ചറെയാണ്. ഹിസ് മെറ്റീരിയൽ മീൻസ് ദ പ്യൂപ്പിൾ ഓർക്കുക. ദെൻ ഐഡിയൽ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് പ്രകാരമാണ്. ആൻഡ് ഹിസ് സ്റ്റുഡിയോ എവിടെ എന്താണ്? ദ സ്കൂൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ ദ ടീച്ചർ യൂസസ് ദ കരിക്കുലം ആസ് എ മീൻസ് ടു ഷേപ്പ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ കരിക്കുലം യൂസ് ചെയ്തിട്ടാണ് ടീച്ചർ കുട്ടികളെ എന്ത് ചെയ്യുന്നത്? വാർത്തെടുക്കുന്നത്. ദാറ്റ് മീൻസ് ടു ഷേപ്പ് ദ സ്റ്റുഡൻറ്റ് ഗൈഡഡ് ബൈ ദർ എഡ്യൂക്കേഷണൽ ഗോൾസ് ആൻഡ് ദ സ്കൂൾ എൻവയോൺമെൻറ്റ്. ക്ലിയർ ആയല്ലോ. ഇത് കണ്ണിങ്ഹാമിൻ്റെ ഡെഫിനേഷനാണ്. വെരി ഫേമസ് ഡെഫിനേഷനാണ്. പേര് പഠിക്കുക. ഈ ഡെഫിനേഷൻ കൃത്യമായിട്ട് ഇങ്ങോട്ട് പഠിക്കുക കേട്ടോ.
ഇനി അടുത്ത അപ്പോൾ കരിക്കുലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സം ടോട്ടൽ ഓഫ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ് വിച്ച് ദ സ്കൂൾ സ്പോൺസേഴ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുന്ന എല്ലാ ടോട്ടൽ ഓഫ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് സം ടോട്ടൽ ഓഫ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ് വിച്ച് ദ സ്കൂൾ സ്പോൺസേഴ്സ് ഫോർ ദി പേർപ്പസ് ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം സ്കൂൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ എന്തെന്ന് പറയുന്നത് സം ടോട്ടലാണ് നമുക്ക് കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എ സ്കൂൾ കരിക്കുലം ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ദ സ്കൂൾ. അങ്ങനെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ കരിക്കുലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ദ സ്കൂളാണ്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ വരും? എയിംസ്, ഒബ്ജക്റ്റീവ്, ടീച്ചിങ് കണ്ടൻറ്റ് വരും, ടീച്ചിങ് സ്ട്രാറ്റജീസ് ആൻഡ് ഓൾ ടീച്ചിങ് എയ്ഡ്സ് ടു കാറ്റർ ടോട്ടാലിറ്റി ഓഫ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ദറ്റ് ഒക്കർ ഇൻ ദ എഡ്യൂക്കേഷണൽ പ്രോസസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ ഈ പറഞ്ഞ പോലെ എയിംസും ഒബ്ജക്റ്റീവ്സും ടീച്ചിങ് കണ്ടൻറ്റും ടീച്ചിങ് സ്ട്രാറ്റജീസ്, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പീരിയൻസിൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസ് ഇൻ ദ സ്കൂളിനെയാണ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കരിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ദ കരിക്കുലം ഹെൽപ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് അല്ലേ. അപ്പോൾ ലേണിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യാൻ കരിക്കുലം ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് കരിക്കുലം ഡെവലപ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ ദി അപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ കരിക്കുലം ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അപ്പോൾ ലേണിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാനെല്ലാം നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി സെലക്ഷൻ ഓഫ് സ്റ്റഡി മാറ്റർ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ സ്റ്റഡി മാറ്റർ സെലക്ട് ചെയ്യാനും അതർ ആക്ടിവിറ്റീസ് എല്ലാം സെലക്ട് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് ലേണേഴ്സ് ക്യാൻ അക്വയർ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ എന്താ ലേണറിന് ആ ഗോൾസ് അക്വയർ ചെയ്യാനും ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യാനും സഹായിക്കും. ഓക്കെ ആണ്. ഇനി ഫൗണ്ടേഷൻസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. അപ്പോൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ എല്ലാ ഫൗണ്ടേഷൻസ്, അതായത് ഫിലോസഫിക്കൽ പരമായിട്ടും സൈക്കോളജിക്കൽ പരമായിട്ടും സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ കരിക്കുലം ഡെവലപ്മെൻറ്റിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് കരിക്കുലം ഷുഡ് ബി എന്തായിരിക്കണം? ബേസ്ഡ് ഓൺ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവണം. ദാറ്റ് റിഫ്ലക്ട്സ് ദ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിൻ്റെ വാല്യൂസിനെയും ബിലീഫ്സിനെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അവിടെ കരിക്കുലത്തിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട് കരിക്കുലം ഡെവലപ്മെൻറ്റിൽ. ദെൻ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റ് അല്ല. കരിക്കുലം ഷുഡ് ബി ഡിസൈൻ ടു മീറ്റ് ദ നീഡ് ഓഫ് ദ ലേണേഴ്സ്. കരിക്കുലം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ടേക്കൺ ഇൻ ടു ദെയർ കൊഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്പ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ഇമോഷണൽ ഡെവലപ്മെൻറ്റും സോഷ്യൽ ഡെവലപ്മെൻറ്റും എല്ലാം കണക്കാക്കണം. സോ സൈക്കോളജിക്കൽ ഫൗണ്ടേഷനും ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നതാണ്. ദെൻ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് കരിക്കുലം ഷുഡ് റിഫ്ലക്ട് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോൺടെക്സ്റ്റ് ഇൻ വിച്ച് ഇറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ്. സോ നമുക്കറിയാം സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മൊരു ക്ലാസ്സിനടക്കം നമ്മളൊരു മിനി സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി നമ്മൾ ക്ലാസ്സിനെ പോലും കാണുന്നു. സോ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിക്കുലം എന്ന് പറയുമ്പോൾ എല്ലാ എക്സ്പീരിയൻസും കൊടുക്കുന്നതാണ്. സോ അവിടെ സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ കോൺടെക്സ്റ്റിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനും ഉണ്ട്. അപ്പോൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് ഈ 3 ആസ്പെക്റ്റ് എല്ലാം കണക്കാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി അടുത്തത് കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ഒരു പോയിൻറ്റ്സെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നീഡ്സ് അസസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഈ നീഡ് അസസ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഐഡൻറ്റിഫൈ ദ നീഡ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദ ലേണർ ആൻഡ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ ലേണറുടെ നീഡും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നീഡും ആ ഗോൾസും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ. ശരിയല്ലേ? സോ നീഡ്സ് അസസ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ഗോൾ സെറ്റ്, നമുക്കറിയാം എല്ലാത്തിനും നല്ല കറക്റ്റായിട്ട് ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടാവണം. സോ എസ്റ്റാബ്ലിഷ് ക്ലിയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ ദ കരിക്കുലം. ദെൻ കണ്ടൻറ്റ് സെലക്ഷൻ. അപ്പോൾ കണ്ടൻറ്റ് എങ്ങനെ സെലക്ട് ചെയ്യണം? റിലവൻറ്റ് ആയിട്ടും മീനിങ് ഫുൾ ആയിട്ട് ഉള്ള കണ്ടൻറ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഗോൾസും ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടൻറ്റ് സെലക്ഷൻ മസ്റ്റ് ബി എന്തായിരിക്കണം? റിലവൻറ്റ് ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കണം. ദെൻ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം അല്ലേ. സോ ഓർഗനൈസ് ആൻഡ് സ്ട്രക്ചർ ദ കണ്ടൻറ്റ് ഇൻ എ ലോജിക്കൽ ആൻഡ് കോഹറൻറ്റ് വേ. അപ്പോൾ നല്ല യോജിച്ച് പോകുന്ന രീതിയിൽ അല്ലേ, നമ്മുടെ ആ ഒരു കണ്ടൻറ്റുമായിട്ട് ലോജിക്കലി എല്ലാം യോജിച്ച് പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ. ഓക്കെ. ദെൻ ഇംപ്ലിമെൻറ്റ് ദ കരിക്കുലം ഇൻ എ വേ ദാറ്റ് ഈസ് സപ്പോർട്ടീവ് ഓഫ് ലേണർ നീഡ്സ്. അപ്പോൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയായിരിക്കണം? നല്ല രീതിയിൽ ലേണർക്ക് സപ്പോർട്ടീവ് ചെയ്യുന്ന രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ ഇവാലുവേഷൻ. ദെൻ ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ കരിക്കുലം ആൻഡ് മേക്ക് റിവിഷൻസ് ആസ് നീഡ്. അപ്പോൾ നമ്മൾ എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് വേണം അല്ലേ. സോ നമ്മുടെ ഈ ഒരു കരിക്കുലം എന്ത് ചെയ്യണം?
ഇവാലുവേറ്റ് ചെയ്യണം. ബിക്കോസ് ഇനി എന്തെങ്കിലും ഒരു കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ബേസ്ഡ് ഓൺ ദി ഇവാലുവേഷൻ അവർക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കുറച്ച് റിവിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ്സ് എക്സ്ട്രാ അവർക്ക് ചേർക്കാനൊക്കെ സാധിക്കും. സോ ഇവാലുവേറ്റ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദ കരിക്കുലം ആൻഡ് മേക്ക് റിവിഷൻസ് ആസ് നീഡഡ്. അപ്പോൾ എന്തെങ്കിലും ഒരു റിവിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, മാറ്റാം അല്ലേ. സോ കൊണ്ടുവരാം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. നീഡ് അസസ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഗോൾ സെറ്റിംഗ്, കണ്ടൻറ് സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. സോ ഇത് നമുക്ക് സ്റ്റെപ്സ് ആയിട്ടും കണക്കാക്കാം, അല്ലെങ്കിൽ ഇതിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് എന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം എന്നൊരു ഭാഗമായി ബന്ധപ്പെട്ട് താഴെ തന്നതിൽ കരിക്കുലം എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലത്തിൽ പെടാത്തത് ഏത് എന്നിങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഇതിന് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓരോരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഒത്തിരി സമയം പോകും. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, അതൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ പോയിൻറ്റും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് വലിച്ചു വാരി പറയാതെ മെയിൻ പോയിൻറ്റ്സ് മാത്രം പോയിൻറ്റ് ടു പോയിൻ്റ് ആയിട്ട് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ദ പ്രിൻസിപ്പിൾ ഓഫ് റിലവൻസ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലത്തിൽ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിലവൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റിലവൻറ്റ് ആയിരിക്കണം. അപ്പോൾ കരിക്കുലം പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും കരിക്കുലം ഷുഡ് ബി റിലവൻറ്റ് ടു ദി നീഡ്സ് ഓഫ് ദ ലേണേഴ്സ് ആൻഡ് സൊസൈറ്റി. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ നീഡിനും ലേണറുടെ നീഡിനും പ്രകാരമുള്ളതായിരിക്കണം, റിലവൻറ്റ് ആയിട്ടുള്ളതായിരിക്കണം കരിക്കുലം എന്ന് പറയുന്നത്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് റിലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്കിൽ തന്നെ നിങ്ങൾക്കതിന് മീനിങ് ഉണ്ട്. സോ ഒരുപാട് അങ്ങോട്ട് ആഴത്തിൽ ചെന്ന് സമയം കളയാൻ നിൽക്കേണ്ട, ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ച് പോവുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു PPT ആ ഒരു പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി ഇൻ കേസ് ഈ ഒരു ഭാഗം ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കമൻറ്റിൽ ഫസ്റ്റിൽ പിൻ ചെയ്ത് വെക്കാം, ആ ഒരു ടോപ്പിക് ഒന്ന് കണ്ടുവച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. ആ വാക്കിൽ തന്നെ ഉണ്ടാവും. എന്താണ്, കരിക്കുലം ഷുഡ് ബി എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആവണം, അത്രയേ ഉള്ളൂ കേട്ടോ. കരിക്കുലം ഷുഡ് ബി ഫ്ലെക്സിബിൾ ആവണം, ഇനഫ് ടു അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസിനെയും നീഡ്സിനെയും എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ റിജിഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഏതൊരു സബ്ജക്റ്റിനകത്ത് ചോദിച്ചതാണ്, താഴെ തന്നതിൽ കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്. അതിൽ ഇതുപോലെ 1-2 പ്രിൻസിപ്പിൾസ് തന്നു. അതിനുശേഷം പ്രിൻസിപ്പിൾ ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ റിജിഡ് കരിക്കുലം എന്നാണ് തന്നത്. സോ നമുക്കറിയാം ഒരിക്കലും റിജിഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം അല്ല വരേണ്ടത്, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സോ എന്തെങ്കിലും മാറ്റങ്ങൾ, നീഡ്സ്, സ്റ്റൈൽസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. സോ ഫ്ലെക്സിബിൾ ആയിരിക്കും. സോ കരിക്കുലം ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദെൻ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. സോ കരിക്കുലം ഷുഡ് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ആൻഡ് പ്രോഗ്രഷൻ ഇൻ ലേണിംഗ് എന്ന് പറയാം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. കരിക്കുലം ഷുഡ് സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണിംഗ് എക്സ്പീരിയൻസും ഡിഫറെൻറ്റ് സബ്ജക്ട്സും തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സിന് ഒരു സ്പേസ് ഉണ്ടാവണം അല്ലേ. സോ കരിക്കുലം ഷുഡ് ഇൻ്റഗ്രേറ്റ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് ടു പ്രൊമോട്ട് ഹോളിസ്റ്റിക് ലേണിംഗ്. അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ആണ് CEയിലൂടെ എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോളിസ്റ്റിക് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ വേണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കൊഹിറൻസ്. ദാറ്റ് മീൻസ് കരിക്കുലം ഷുഡ് ബി കൊഹിറൻറ്റ് ആൻഡ് ലോജിക്കൽ ഇൻ ഇറ്റ് സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ്. അപ്പോൾ നമ്മുടെ കണ്ടന്റിന് യോജിച്ച് പോകുന്ന രീതിയിൽ, അത് ലോജിക്കലി യോജിച്ച് പോകുന്ന രീതിയിൽ കൊഹിറൻ്റ് ആയിട്ട് വേണം കാര്യങ്ങൾ പോകാൻ. സോ പ്രിൻസിപ്പിൾ ഓഫ് കൊഹറൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രിൻസിപ്പിൾ ഓഫ് ലേണേഴ്സ് സെൻറ്റേർഡ്നെസ്. നമുക്കറിയാം ഇപ്പോൾ എന്താ നമ്മൾ ലേണേഴ്സ് സെൻറ്റേർഡ് ആയിട്ടുള്ള പെഡഗോജി അല്ല, ലേണേഴ്സ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. സോ കരിക്കുലം ഷുഡ് ബി ഡിസൈൻ വിത്ത് ദി നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ലേണർ ഇൻ മൈൻഡ്. അപ്പോൾ കുട്ടികളുടെ നീഡും ഇൻട്രസ്റ്റിനും ബേസ് ചെയ്തിട്ട് വേണം. സോ പ്രിൻസിപ്പിൾ ഓഫ് ലേണേഴ്സ് സെൻറ്റേർഡ്നെസ് ആണ് ഇപ്പോൾ വരുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി ഓറിയൻറ്റേഷൻ. കരിക്കുലം ഷുഡ് പ്രിപ്പയർ ലേണേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദെയർ കമ്മ്യൂണിറ്റീസ് ആൻഡ് സൊസൈറ്റീസ്. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതി, നമ്മുടെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ കരിക്കുലം പ്ലാനിങ് ചെയ്യണം. സോ കരിക്കുലം ഷുഡ് പ്രിപ്പയർ ലേണേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദെയർ കമ്മ്യൂണിറ്റീസ് ആൻഡ് സൊസൈറ്റീസ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി ഓറിയൻറ്റേഷനിൽ പറയുന്നത്. ദെൻ വേർത്ത് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. കരിക്കുലം ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് അപ്ലിക്കബിൾ ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനും കൂടെ നമ്മുടെ കരിക്കുലം എന്താണ് അപ്ലിക്കബിൾ ആവുന്ന രീതിയിലായിരിക്കണം. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ദെൻ വാലിഡിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി മീൻസ് എന്താണ്, കരിക്കുലം ഷുഡ് ബി വാലിഡ് ആയിരിക്കണം ആൻഡ് റിലവൻറ്റ് ടു ദി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ്
എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ റിലവൻറ്റ് ആയിരിക്കണം, ദാറ്റ് മീൻസ് വാലിഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ റിലയബിലിറ്റി, ദാറ്റ് മീൻസ് കരിക്കുലം ഷുഡ് ബി എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ കരിക്കുലം ഷുഡ് ബി റിലയബിൾ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്തിൽ ഇംപ്ലിമെൻറ്റേഷനിലായിക്കോട്ടെ അസസ്മെൻറ്റിലായിക്കോട്ടെ റിലയബിൾ ആൻഡ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രിഹെൻസീവ്നെസ്, നമ്മുടെ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നത്. സോ കരിക്കുലം ഷുഡ് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ഔട്ട്കം. ഓക്കെ ആണല്ലോ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടിക്കുലേഷൻ മീൻസ് കരിക്കുലം ഷുഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് അതർ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് ദ ബ്രോഡർ കമ്മ്യൂണിറ്റീസ്. മറ്റു ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് കൂടിച്ചേരുന്ന രീതിയിലുള്ള അങ്ങനെ പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ കരിക്കുലം പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടിക്കുലേഷൻ അത്രയേ ഉള്ളൂ. ദെൻ ബ്രോഡർ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഉള്ളത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് അഡാപ്റ്റബിലിറ്റി, കരിക്കുലം ഷുഡ് ബി അഡാപ്റ്റബിൾ ആയിരിക്കണം ടു ചേഞ്ചിങ് സൊസൈറ്റിയൽ നീഡ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രെൻഡ്സ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ട്രെൻഡ്സ് മാറുന്ന അനുസരിച്ച് നമ്മുടെ സൊസൈറ്റിക്കൽ നീഡ്സ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അഡാപ്റ്റബിൾ ആയിട്ടുള്ളതായിരിക്കണം നമ്മുടെ കരിക്കുലം പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂസിവിറ്റി, അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ കരിക്കുലം ഷുഡ് പ്രൊമോട്ട് എന്താണ് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ് ആൻഡ് കാറ്റർ ടു ദി നീഡ്സ് ഓഫ് ഓൾ ലേണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി മീൻസ് കൾച്ചറലി സെൻസിറ്റീവ് ആയിരിക്കണം, റെസ്പോൺസീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലേണർ ഓട്ടോണമി, അപ്പോൾ കരിക്കുലം ഷുഡ് പ്രൊമോട്ട് ലേണർ ഓട്ടോണമി ഇൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ കുട്ടികളുടെ ഓട്ടോണമിക്കും ഇൻഡിപെൻഡൻസ് സെൽഫായിട്ടുള്ള വരുന്ന കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നിങ്ങനെ രീതിയിലാണ്. പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, അപ്പോൾ കരിക്കുലം ഷുഡ് എന്തായിരിക്കണം ഇൻക്ലൂഡ് ഓൺഗോയിങ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ടു എൻഷുവർ ലേണർ പ്രോഗ്രസ്. അപ്പോൾ ലേണറുടെ പ്രോഗ്രസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഓൺഗോയിങ് അസസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഫോർമേറ്റീവ് എല്ലാം ഉണ്ട്. സോ ഫോർമേറ്റീവ് സമ്മേറ്റീവ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കരിക്കുലം ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനുശേഷം ഫീഡ്ബാക്കിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ച് ഇംപ്രൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടബിലിറ്റി, കരിക്കുലം ഷുഡ് ബി അക്കൗണ്ടബിൾ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ലേണേഴ്സ്, പാരൻസ് ആൻഡ് ദ ബ്രോഡർ കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി നമുക്കറിയാം. ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളും ഉണ്ടാവില്ല. ടീച്ചേഴ്സ് മാത്രമല്ല അത് നടത്തിക്കൊണ്ട് പോകുന്നവരാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അക്കൗണ്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, എല്ലാവരും പെർസ്പെക്റ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കണക്കാക്കിക്കൊണ്ടുള്ള രീതിയിലായിരിക്കും കൊണ്ടുപോകേണ്ടത് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നു. ദെൻ ദീസ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്ക് ഫോർ കരിക്കുലം ഡെവലപ്മെൻറ്റ്, എൻഷുറിംഗ് ദാറ്റ് കരിക്കുലം ഈസ് റിലവൻറ്റ്, ഇഫക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് ടു ദ നീഡ്സ് ഓഫ് ദ ലേണർ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇത്രയും പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ കരിക്കുലം ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കരിക്കുലത്തിലൂടെ റിലവൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് ആയിരിക്കണം, റെസ്പോൺസീവ് ആയിരിക്കണം. എന്തിനും ലേണേഴ്സിനും സൊസൈറ്റിൻ്റെ നീഡ്സിനും എല്ലാം ഈ പറഞ്ഞ പോലെ റിലവൻ്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും റെസ്പോൺസീവ് ആയും എല്ലാം കാര്യം ഉറപ്പ് വരുന്ന രീതിയിലായിരിക്കണം കരിക്കുലം പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ഇത്രയും പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് കേട്ടോ, ഞാൻ ആ ബ്ലാക്കിൽ ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിൻറ്റ്സ് ആണ് ശരിക്കും പഠിക്കേണ്ടത്. അതാണ് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്. കൂടുതൽ അങ്ങനെ വലിച്ചു നീട്ടി പറയാതിരുന്ന് നമുക്ക് അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യമില്ല. മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാൽ പ്രിൻസിപ്പിൾസ് മാത്രം 1-2 വട്ടം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വരുന്ന പ്രിൻസിപ്പിൾസാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട്. ക്ലിയർ ആയോ? ഇനി അടുത്തത് അപ്രോച്ചിങ് ഇൻ ഓർഗനൈസിങ് കരിക്കുലം. അപ്പോൾ നമ്മുടെ കരിക്കുലം ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്രോച്ചസ് ആണ്. നമ്മൾ പറയാറുണ്ട് കോൺസെൻട്രിക് അപ്രോച്ച്, അല്ലെങ്കിൽ കോൺസെൻട്രിക് കരിക്കുലം, സ്പൈറൽ അപ്രോച്ച്, ടോപ്പിക്കൽ അപ്രോച്ച് എന്നൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 4 മെയിനായിട്ട് ചോദിച്ച് കാണുന്നത്. സോ അപ്രോച്ചസ് ഓഫ് ഇപ്പോൾ കണ്ടന്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 4 അപ്രോച്ചസ് ആണ് കോൺസെൻട്രിക്കും സ്പൈറൽ ടോപ്പിക്കൽ യൂണിറ്റ്. ഓക്കെ, അപ്പം കണ്ടന്റ് ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന 4 മെയിൻ അപ്രോച്ചസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സാധാരണ കണ്ടുവരുന്ന അപ്രോച്ചസ് ഇതാണ്: കോൺസെൻട്രിക് അപ്രോച്ച്, സ്പൈറൽ അപ്രോച്ച്, ടോപ്പിക്കൽ അപ്രോച്ച് ആൻഡ് യൂണിറ്റ് അപ്രോച്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിംസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ ബേസ് ചെയ്ത് വരുന്നതാണ്. മാക്സിംസ് ഓഫ് ടീച്ചിങ് നമുക്ക് അങ്ങനെ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതിന് അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ അത് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം, ആ ക്ലാസ് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇത് മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ഓർത്ത് വെച്ചാലും മതി. ദെൻ ദാറ്റ് മീൻസ് ഇവിടെ കാര്യങ്ങളെല്ലാം വരുന്നത് ജനറൽ ടു സ്പെസിഫിക് എന്ന രീതിയിലാണ് ഈ അപ്രോച്ച് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം കാര്യങ്ങൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അറിയുന്നതിൽ നിന്നും അറിയാത്തില്ല നോട്ട് അൺനോണിലോട്ട് പോകുന്നൊരു രീതിയാണ്. അപ്പോൾ
അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഐഡിയാസ് ആർ പ്രസൻറ്റഡ് ഓഫ് ദ ലോവർ ക്ലാസ്സസ്. ഇതിൽ ജനറൽ ഐഡിയാസ് എല്ലാം ലോവർ ക്ലാസ്സസിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഹയർ ക്ലാസ്സസിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് അതാണ്, ദർ ഇസ് നോ ലിങ്കേജ് ബിറ്റ്വീൻ ജനറൽ ആൻഡ് സ്പെസിഫിക് ഐഡിയാസ്. ഇവിടെ ഒരു ലിങ്കേജ് ഉണ്ടാവില്ല. ഈ കോൺസെൻട്രിക് അപ്രോച്ചിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്, ദർ ഇസ് നോ ലിങ്കേജ് ബിറ്റ്വീൻ ജനറൽ ആൻഡ് സ്പെസിഫിക്. അപ്പോൾ ജനറൽ ഐഡിയാസും സ്പെസിഫിക് ഐഡിയാസും തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു ലിങ്കേജ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വൈഡനിങ് ദ സ്കോപ്പ്. ശരിക്കും യൂസ് ചെയ്ത് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വൈഡനിങ് ആയിട്ട് അല്ലെങ്കിൽ വൈഡ് ആയിട്ട് ഒരു ഐഡിയ ആണ് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർക്കുക. കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറയും ബേസ്ഡ് ഓൺ മാക്സിമം ഓഫ് ടീച്ചിങ് ബേസ് ചെയ്തിട്ടാണ് ജനറൽ ടു സ്പെസിഫിക് അല്ലെങ്കിൽ സിമ്പിൾ ടു കോംപ്ലക്സ്, നോൺ ടു അൺനോൺ എന്ന രീതിയിൽ പോകുന്നത് തന്നെയാണ്. ഇവിടെ ജനറൽ ഐഡിയാസ് എല്ലാം ലോവർ ക്ലാസ്സസിലും സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഹയർ ക്ലാസ്സസിലും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇവിടെ എന്തില്ല, ഈ ജനറൽ ഐഡിയാസും സ്പെസിഫിക് ഐഡിയാസും ലിങ്കേജ് ഇവിടെ പറയുന്നില്ല. ദെൻ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഐഡിയ ഒന്ന് വൈഡനിങ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ ചെറിയൊരു എക്സാമ്പിൾ പറയാം ഞാൻ. നമ്മൾ LKG UKG നമ്മൾ കൂടുതൽ നമ്പേഴ്സ് 1 2 3 നമ്പേഴ്സ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടാവും അല്ലേ. അത് കഴിഞ്ഞ് ഒരു 2 3 4 ക്ലാസ്സിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഗെയിൻ നമ്മൾ നമ്പേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക, പകരം അടുത്ത ഒരു കോൺസെപ്റ്റ് അഡിഷൻ സബ്ട്രാക്ഷൻ എന്നിങ്ങനെ രീതിയിലേക്കാണ് പോവുക. സോ ജനറലായിട്ട് വരുന്ന ആ നമ്പർ സിസ്റ്റം എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ക്ലാസ്സസിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ സ്പെസിഫിക് ആയിട്ട് വരുന്നത് പിന്നീടാണ് നമ്മൾ ഈ ഫ്രാക്ഷൻസും അതും ഇതും എല്ലാം നമ്മൾ വരുന്ന ഡിവിഷൻസ് എല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളായിക്കോട്ടെ അഡിഷൻ സബ്ട്രാക്ഷൻസ് കുറച്ചും കൂടെ ഹയർ ക്ലാസ്സസിലാണ് വരുന്നത്. സോ ഇവിടെ തമ്മിൽ ലിങ്ക് ചെയ്ത് പിന്നെയും നമ്മൾ 1 2 എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളൊരു 2ാം ക്ലാസ്സിൽ പോയ കുട്ടിക്ക് 1 2 പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ് പോയ കുട്ടിക്ക് നമുക്ക് പിന്നെ ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകുന്നില്ല, അപ്പോൾ ആ ഒരു ലിങ്ക് ചെയ്യുന്നില്ല, പകരം എന്താണ് പുതിയൊരു സംഭവമാണ്. സോ ഇവിടെ ആ ഒരു രീതിക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പോകട്ടെ. അപ്പോൾ ആ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഐഡിയ ഒന്ന് വൈഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. സോ അടുത്തൊരു ലെവലിലോട്ടാണ് പോകുന്നത്, പക്ഷേ എന്തില്ല, ഒരു ലിങ്കേജ് ഇല്ലാതെ. സോ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലോവർ ക്ലാസ്സസിൽ പ്രസൻറ്റ് ചെയ്യുന്നു. സ്പെസിഫിക് ആയിട്ട് വരുന്ന ഐഡിയാസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഹയർ ക്ലാസ്സസിലോട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്താലും മതി. ക്ലിയർ ആയല്ലോ? കോൺസെൻട്രിക് അപ്രോച്ച് ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇത്ര ഓർത്താലും മതി കേട്ടോ. ഇനി അടുത്ത് സ്പൈറൽ അപ്രോച്ച്. സ്പൈറൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്പൈറൽ അപ്രോച്ച് ആണ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മൾ ബ്രൂണറുടെയാണ് സ്പൈറൽ കരിക്കുലം ആരുടേതാണ്, ബ്രൂണറുടെയാണ്. അപ്പോൾ ഈ ഒരു സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ബ്രൂണർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നിങ്ങനെ രീതിയിൽ പോകുന്ന ഒരു അപ്രോച്ച് തന്നെയാണ് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ബ്രൂണർ പ്രപ്പോസ് സ്പൈറൽ കരിക്കുലം ആസ് എ ടീച്ചിങ് അപ്രോച്ച് ഇൻ വിച്ച് ഈച്ച് subject or skill area is revisited at intervals at a more sophisticated level each time. അപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മുടെ സ്പൈറൽ കരിക്കുലം, നമ്മുടെ സ്പൈറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ സെയിം തന്നെ മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ബ്രൂണറുടെ ആശയമാണ് ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. സ്പൈറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രൂണർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ടീച്ചിങ് അപ്രോച്ച് ഇൻ വിച്ച് ഈച്ച് സബ്ജക്റ്റ് ഓർ സ്കിൽ ഏരിയ ഇസ് റീവിസിറ്റഡ് അറ്റ് ഇൻ്റർവെൽസ് അറ്റ് എ മോർ സോഫിസ്റ്റിക്കേറ്റഡ് ലെവൽ ഈച്ച് ടൈം. അപ്പോൾ നമുക്കറിയാം സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ പോകുന്നൊരു ഐഡിയ ആണ്. ആദ്യം എന്ത് ചെയ്യുന്നു, ഓരോരോ കണ്ടൻറ്റും ഒരു ലെവൽ കഴിഞ്ഞ ശേഷം പിന്നെ റീവിസിറ്റ് ചെയ്തിട്ടാണ് ദെൻ അതുമാതിരി കണക്ട് ചെയ്ത് എക്സ്ട്രാ ഇൻഫർമേഷൻ അങ്ങനെ പോകുന്നൊരു രീതിയാണ് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ സിമ്പിൾ ടു കോംപ്ലക്സ് ആണെങ്കിൽ പോലും ആ ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ പിന്നെയും ആ പഠിച്ച കാര്യം ഒന്നും കൂടി കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്നും കൂടി ആ ഒരു ടോപ്പിക് റീവിസിറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം അതിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകുന്ന രീതിയാണ്. സോ ഇവിടെ എന്ത് വരുന്നുണ്ട്, പറഞ്ഞു വന്നത് ഇതാണ്, ഇവിടെ ലിങ്കേജ് ഉണ്ട് അല്ലേ. അപ്പോൾ ലിങ്കേജ് എക്സിസ്റ്റിംഗ് സ്പൈറൽ അപ്രോച്ച്. അപ്പോൾ സ്പൈറൽ അപ്രോച്ചിന് മെയിനായിട്ട് വരുന്നൊരു സംഭവം എന്താണ്, ലിങ്കേജ് വരുന്നുണ്ട്. ദെൻ റീവിസിറ്റിംഗ്. അപ്പോൾ റീവിസിറ്റിംഗ് എ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കുക. ഇത് പ്രീവിയസ്ലി നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ എക്സാമിൽ ചോദിച്ചാൽ അപ്പോൾ റീവിസിറ്റ് ചെയ്യാൻ നമ്മുടെ സൈക്കോളജിയിലും ചോദിക്കാറുണ്ട്, നമ്മുടെ സബ്ജക്റ്റിനകത്തും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ റീവിസിറ്റിംഗ് അറ്റ് ഇൻ്റർവെൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കത് ഏതാണത്, നമ്മുടെ സ്പൈറൽ അപ്രോച്ചാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു റീവിസിറ്റ് ചെയ്യുന്നതിലൂടെ ഗുണം എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ലോങ് ടേം മെമ്മറിയിലോട്ട് പോവുകയാണ് അല്ലേ. നമ്മളൊരു കാര്യം കറക്റ്റ് പ്രോപ്പർ റിവൈസ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അങ്ങനെ തങ്ങി നിൽക്കാൻ ഹെൽപ്ഫുള്ളാണ് അല്ലേ. സോ throughout instruction both the initial basic facts and the relationship, the later details are repeatedly emphasized to help to enter into the long term memory. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിൽ എന്താണ് ത്രൂ ഔട്ട് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഈ ഇനീഷ്യലി പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഇനീഷ്യലി പഠിക്കുന്ന ബേസിക് ഫാക്ട്സും അതിൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം പിന്നീടും റിപ്പീറ്റഡ്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട്. സോ റീവിസിറ്റ് ചെയ്യുന്നതിലൂടെ സംഭവങ്ങൾ റിപ്പീറ്റഡ്ലി എംഫസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ലോങ് ടേം മെമ്മറിയിലോട്ടാണ് പോകുന്നത് അല്ലേ. സോ ഇത് റിറ്റൈൻ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കൂട്ടി
കിട്ടുന്ന ഒരു സംഭവമാണ് സ്പൈറൽ അപ്രോച്ച്. അപ്പോൾ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന കൂടുതലും എന്താണ്, നമ്മൾ സ്പൈറൽ കരിക്കുലം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, ലിങ്കേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റീവിസിറ്റിംഗ്, ഈ 2 പോയിൻ്റാണ് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പൈറൽ കരിക്കുലം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് ടോപ്പിക്കൽ അപ്രോച്ച്. ഇതും സിമ്പിളാണ്, ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ഓർക്കുക, സെലക്റ്റഡ് കണ്ടൻറ്റ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ സെയിം ക്ലാസ് അറ്റ് ദ സെയിം ലെവൽ. ഇവിടെ സെലക്ട് ചെയ്യുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു സെയിം ലെവൽ അല്ലെങ്കിൽ സെയിം ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു രീതിയാണ് ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തില്ല, പിന്നീട് പഠിക്കുക എന്ന സംഭവമില്ല. നോ ഫ്യൂച്ചർ ലേണിംഗ് ഓഫ് ദ കണ്ടൻറ്റ്. ഒരു കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, അത് ഈസി ആയിക്കോട്ടെ ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് 2 പോർഷൻസ് അറ്റ് എ ടൈമിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ പിന്നീട് എന്താ, ഒരു ഫ്യൂച്ചർ ലേണിംഗ് ഇവിടെ വരുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, അപ്പോൾ എന്ത് വരില്ല, അപ്പോൾ ഒരു സബ്ജക്ട് മാറ്ററിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ കാണില്ല കേട്ടോ. ടോപ്പിക്കൽ അപ്രോച്ചിൽ എന്തെങ്കിലും ഒരു സബ്ജക്ട് മാറ്റർ എന്താണ് കണ്ടിന്യൂറ്റി വരുന്നില്ല. ദെൻ ടോപ്പിക് ഷുഡ് ബി ഫിനിഷ്ഡ് എൻറ്റയർലി ഓഫ് 1 സ്റ്റേജ്. ഒറ്റ സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യാണ്, ആ ഫുൾ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്ന രീതിയാണ്. സോ ടോപ്പിക് ഷുഡ് ബി ഫിനിഷ്ഡ് എൻറ്റയർലി ഓൺ 1 സ്റ്റേജ്. അതുകൊണ്ടാണ് എന്തില്ല, നോ ഫ്യൂച്ചർ ലേണിംഗ് ഓഫ് ദ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ടേക്സ് ടോപ്പിക് ആസ് എ യൂണിറ്റ്. അപ്പോൾ ഒരു ടോപ്പിക്കിന് ഒരു യൂണിറ്റ് ആയിട്ട് കിടക്കും. സോ ആ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഫുള്ളായിട്ട് മേ ബി ഈസി ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ടാവും, എല്ലാം തന്നെ ഒറ്റ സമയത്ത് തന്നെ അല്ലെങ്കിൽ സെയിം ടൈം തന്നെ പ്രസൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി. സോ നമ്മളിപ്പോൾ ഈസി പഠിപ്പിച്ചു, പിന്നെ ഡിഫിക്കൽട്ട്, ആ ഒരു രീതിയല്ല, ഈസി ആൻഡ് ഡിഫിക്കൽട്ട് ഒരുമിച്ച്. അപ്പോൾ ഓൾ ഐഡിയാസ് ആർ പ്രസൻറ്റഡ് ഇൻ 1 ക്ലാസ് അല്ലെങ്കിൽ സെയിം ലെവൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് പോർഷൻസ് ആർ പ്രസൻറ്റഡ് ഇൻ ദ സെയിം ടൈമാണ് ഈ ടോപ്പിക്കൽ അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ അവിടെ നോ ഫ്യൂച്ചർ ലേണിംഗ് ഓഫ് ദ കണ്ടൻറ്റ് വരുന്നില്ല. ദെൻ അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പോരായ്മ പറയാൻ നമുക്കറിയാം, സബ്ജക്റ്റ് മാറ്റർ ഒരു കണ്ടിന്യൂറ്റി വരുന്നില്ല എന്നൊരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സബ്ജക്റ്റ് മാറ്ററിൽ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ വരുന്നില്ല. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി അടുത്തത് യൂണിറ്റ് അപ്രോച്ചാണ്. എ യൂണിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ പ്രോഗ്രാം ഓർ ടോപ്പിക്. നമുക്കറിയാം യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗമാണ്, പാർട്ട് ഓഫ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ട് എന്ന് പറയും. സോ ഇറ്റ്സ് ഡിവൈഡ് കണ്ടൻറ്റ് ഇൻ ടു സബ് യൂണിറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ആ കണ്ടൻറ്റിനെ സബ് യൂണിറ്റ്സിനാക്കി ഓരോന്നോരോന്നും കവർ ചെയ്ത് പോകുന്ന രീതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളുടെ നീഡിനനുസരിച്ച് കണ്ടൻറ്റിനെ സ്മോളർ യൂണിറ്റ്സ് ആക്കുന്നു. ദെൻ അതെല്ലാം കവർ ചെയ്ത് പോകുന്ന രീതിയാണ് യൂണിറ്റ് അപ്രോച്ച്. ആ ഒരു വാക്കിൽ തന്നെ ഇത് യൂണിറ്റ് എന്ന രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ, ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല കേട്ടോ. ഹോപ്പ് ദിസ് സെഷൻ ഈസ് ക്ലിയർ ആണല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന അടുത്ത കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ ഇത്രയും പറഞ്ഞ അവസ്ഥ ഈ പ്ലാനുകളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ ദ ഹോൾ ഇയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് ഇയർ പ്ലാൻ എന്ന് പറയും. യൂണിറ്റ് പ്ലാൻ അപ്പോൾ എന്തായിരിക്കും, പ്ലാനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ എ യൂണിറ്റ്. ഒരു യൂണിറ്റിലുള്ള ഒരു പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇതിന് യൂണിറ്റ് പ്ലാൻ എന്ന് പറയും. ദെൻ പ്ലാനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഓഫ് എ ടോപ്പിക്, ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ലെസനെയാണ് നമ്മൾ എന്ത് പറയും, ലെസൺ പ്ലാൻ എന്ന് പറയും. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഹോൾ ഇയർ പ്ലാനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ ദ ഹോൾ ഇയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇയർ പ്ലാൻ എന്ന് പറയും. യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ എ യൂണിറ്റ് ആണെങ്കിൽ യൂണിറ്റ് പ്ലാൻ ആണ്. ദെൻ പ്ലാനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഓഫ് എ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ലെസൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണത്, ലെസൺ പ്ലാൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ലെസൺ പ്ലാൻ പറഞ്ഞപ്പോൾ ഓർക്കേണ്ട ഒരു ഭാഗമാണ് ഹെർബേഷ്യൻ അപ്രോച്ചുമായി ബന്ധപ്പെട്ട ഈ ലെസൺ പ്ലാനിൻ്റെ സ്റ്റെപ്സ്. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം SS-ൻ്റെ അകത്തും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഹെർബേഷ്യൻ അപ്രോച്ചിൻ്റെ ലെസൺ പ്ലാനിൻ്റെ സ്റ്റെപ്സ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, ഫൈനൽ സ്റ്റെപ്പ് ഏതാണ് എന്നിങ്ങനെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ലെസൺ പ്ലാനിൻ്റെ സ്റ്റെപ്സ്, ഹെർബേഷ്യൻ അപ്രോച്ചിൻ്റെ ഈ 6 സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ ആൻഡ് കമ്പാരിസൺ, ജനറലൈസിങ്, ആപ്ലിക്കേഷൻ, റീക്യാപിറ്റുലേഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചു ഇതായിരുന്നു ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദി ലെസൺ പ്ലാൻ ഇൻ ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ റീക്യാപിറ്റുലേഷൻ ആണ് ആൻസർ അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് പറയാനുള്ളത് സിമ്പിളായിട്ട് ആ വാക്കിൽ തന്നെ. ഇനി നമ്മൾ ലെസൺ പ്ലാനിൻ്റെ നമുക്കറിയാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ എന്താണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയം നമ്മുടെ കുട്ടികളുടെ പ്രീവിയസ് നോളേജ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യുക, കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുക, കണ്ടൻറ്റ് ഈസ് പ്രസൻറ്റഡ്, അതാണ് പ്രസൻറ്റേഷൻ ലെവലിൽ വരുന്നത്. ദെൻ കമ്പാരിസൺ ഒരു അസോസിയേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂ നോളേജ്, പുതിയൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പയർഡ് ആൻഡ് കോറിലേറ്റഡ്. നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ കുട്ടികളുടെ പ്രീവിയസ് നോളേജുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ലെവലാണ് ഈ കമ്പാരിസൺ അസോസിയേഷൻ. ആ വാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ദെൻ ജനറലൈസേഷൻ. ഇവിടെ ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ലേണർ ഫ്രെയിംസ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ്, ജനറൽ പ്രിൻസിപ്പിൾസും റൂൾസ് എല്ലാം ഫ്രെയിം ചെയ്യുന്ന ഒരു ലെവലാണ് ജനറലൈസേഷൻ. ദെൻ അപ്ലിക്കേഷൻ, ദെൻ അപ്ലൈ ചെയ്യുക, അക്വേർഡ് നോളജ് ന്യൂ സിറ്റുവേഷനിലോട്ട് ന്യൂ സിറ്റുവേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലെവൽ. ദെൻ റീക്യാപിറ്റുലേഷൻ മീൻസ് ടീച്ചർ എന്ത് ചെയ്യുന്നു,
ടെസ്റ്റ് ദ സ്റ്റുഡൻറ്റ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അവർ കണ്ടെന്ന് നല്ല ഇത് കൺവേ ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ടീച്ചർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. സോ അതാണ് റീക്യാപ്പിച്ചുലേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഹെർബേഷ്യൻ അപ്രോച്ചിൻ്റെ ലെസൺ പ്ലാനിന് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ ആ വാക്കിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക, ദെൻ ജനറലൈസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, റീക്യാപ്പിച്ചുലേഷൻ. ഇത്രയാണ് സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഈ സ്റ്റെപ്സ് പഠിച്ചാൽ മതി, ഉള്ളിൽ അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. മിക്കവാറും ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് ആ രീതിക്കാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്സ് അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. പിന്നെ അതിൽ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് എന്നുള്ളത് കേട്ടോ. ദെൻ ഇനി അടുത്ത് നമ്മുടെ ജനറൽ കോമൺ മെത്തഡോളജി പറയുന്നത് കൊണ്ട് ബാക്കി ഈ ഡാൾട്ടൺ പ്ലാനൊക്കെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡാൾട്ടൺ പ്ലാൻ ഈസ് ദി എഡ്യൂക്കേഷണൽ മെത്തേഡ് പുട്ട് ഫോർവേഡ് ബൈ ഹെലൻ പർക്കാസ്റ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് നമ്മുടെ മറ്റ് സബ്ജക്റ്റിൻ്റെ കോമൺ മറ്റു സബ്ജക്റ്റ് വേറെ പെഡഗോജിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹെലൻ പർക്കാസ്റ്റിൻ്റെ ആണ് ഈ പറഞ്ഞ ഡാൾട്ടൺ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഫാദർ ഓഫ് ഡിസ്കവറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജെറോം ബ്രൂണർ തന്നെയാണ് ഫാദർ ഓഫ് ഡിസ്കവറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം ഓർക്കുക, നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സും പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോൺ ഡ്യൂയി ആണ്. ഇനി ഫാദർ ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് നമ്മുടെ കിൽപാട്രിക്കിൻ്റെയൊക്കെ നമ്മൾ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫാദർ ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് കിൽപാട്രിക് ആണ്. ഇനി ആരുടെ കോൺട്രിബ്യൂഷൻ, അപ്പോൾ അതിൽ ഓപ്ഷനിൽ ജോൺ ഡ്യൂയി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്, ജോൺ ഡ്യൂയിയുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് കേട്ടോ. ഈ പ്രോജക്റ്റ് മെത്തേഡ് കുറച്ച് 1-2 പോയിന്റ്സ് നോക്കാം. കാരണം നമ്മൾ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ലെവലിൽ ഈ പ്രോജക്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദ പ്രോജക്റ്റ് മെത്തേഡ് ഇറ്റ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ടീച്ചിങ് അപ്രോച്ചാണ്. where learners engage in real world projects to acquire knowledge and skills. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇത് ലേണേഴ്സ് റിയൽ വേൾഡ് പ്രൊജക്ട്സിലൂടെ എന്ത് ചെയ്യുന്നു, റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെ നോളജ് അക്വയർ ചെയ്യുക, സ്കിൽസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് എംഫസിസസ് ആക്റ്റീവ് ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ദെൻ കൊളാബറേഷനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് ഇങ്ങനത്തെ ആക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ് വർക്ക്സ് ഓൺ ടാസ്ക് ദാറ്റ് റിക്വയർ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് ദേ ലേൺ. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ അവർ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് അവർ എന്താണ് ലേൺ ചെയ്തൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് ആണ്. ആക്റ്റീവ് ലേണിംഗിനെ എംഫസൈസ് ചെയ്തതിന് കൊളാബറേഷൻ, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ ത്രൂ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കേട്ടോ. ദെൻ അടുത്തത് സ്റ്റെപ്സ് ഇൻ ദ പ്രോജക്റ്റ് മെത്തേഡ് വരുന്ന സ്റ്റെപ്സ് നോക്കാം. പ്രൊവൈഡിങ് ഓർ ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോജക്റ്റ് മെത്തേഡ് ചോദിക്കാറുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 പോയിന്റ്സും കറക്റ്റായിട്ടുള്ള ഓർഡറിലൊക്കെ എഴുതാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ പഠിച്ച് വെച്ചേക്കുക. പ്രൊവൈഡിങ് ഓർ ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോജക്റ്റ് മെത്തേഡ്. ദെൻ പ്രപ്പോസിങ് അല്ലെങ്കിൽ ചൂസിങ് ദ പ്രോജക്റ്റ് ആണ് സെക്കൻഡ് സ്റ്റേജ്. ദെൻ തേർഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക, പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുക, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുക, ദെൻ ഇവാലുവേഷൻ ചെയ്യുക, റെക്കോർഡിങ് ചെയ്യുക. ഓക്കെ ആണല്ലോ. പ്രൊവൈഡിങ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ, പ്രപ്പോസിങ് അല്ലെങ്കിൽ ചൂസിങ് ദ പ്രോജക്റ്റ് ചൂസ് ചെയ്യുക, പ്ലാനിങ് ദ പ്രോജക്റ്റ്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ്, ഇവാലുവേഷൻ, റെക്കോർഡിംഗ് ഓഫ് ദ പ്രോജക്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്റ്റ്, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. താഴെ തന്നതിൽ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്, വേറെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിനെ ഇടയ്ക്ക് വെച്ചും കേട്ടോ. അപ്പോൾ നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെഫിനറ്റ് പേർപ്പസ്. അപ്പോൾ നമുക്ക് പ്രോജക്റ്റ് എന്ന് ഒരു പേർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ് നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനറ്റ് പേർപ്പസ് എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് വരുന്ന പ്രോജക്റ്റ് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്രീഡം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി വരും, പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റിയാണ്, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയാണ്, പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ എക്സ്പീരിയൻസ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രിൻസിപ്പിൾസ് ആണ്. കറക്റ്റ് ആ വാക്കിൽ തന്നെ അത് എന്താണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്കെ ആണല്ലോ. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ 7 പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു മാരത്തോൺ സെഷനിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം അനലൈസ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രം തന്നെ പറയുന്നുള്ളൂ. സോ നന്നായിട്ട് പറയുന്ന പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക കേട്ടോ. നോക്കാം. ദ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലേണേഴ്സ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ദാറ്റ് എന്തിനൊക്കെ എൻകറേജ് ചെയ്യുന്നു, ഇത് പഠിക്കണം കേട്ടോ. എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദാറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു അപ്ലൈ ക്രിട്ടിക്കൽ തിങ്കിങ്. അവരെ ക്രിട്ടിക്കൽ തിങ്കിങ് അവർക്ക് അപ്ലൈ ചെയ്യാൻ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. റീസണിങ് സ്കിൽസ്, ക്രിയേറ്റിവിറ്റി ടു സോൾവ് ചലഞ്ചസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് സ്റ്റുഡൻസ് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ problems, explore potential solutions and apply their knowledge on the range of scenarios. അപ്പോൾ ഇത് കുട്ടികളുടെ എബിലിറ്റി ഇല്ല, കുട്ടികളുടെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, എന്ത് നമ്മളൊക്കെ ഒരു പ്രോബ്ലം വന്നാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണം, അതുപോലെ തന്നെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെ നമുക്കത് സൊല്യൂഷൻ കണ്ടെത്താം എന്ന് സ്വന്തമായിട്ട് ഇല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതെല്ലാം ഫോക്കസ് ചെയ്യുന്ന രീതിയാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് വരുന്നത്. ദിസ് മെത്തേഡ് എയിംസ് ടു എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. കുട്ടികളുടെ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡീപ്പർ കേട്ടോ
ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടോപ്പിക്സ്. ഇപ്പോൾ ടോപ്പിക്സ് ആണെങ്കിൽ ഡീപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആൻഡ് മേക്ക് ഇറ്റ് മോർ അച്ചീവബിൾ ടു അപ്ലൈ ദം ടു റിയൽ വേൾഡ് സിറ്റുവേഷൻസ്. അപ്പോൾ ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഒരു പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് ദിസ് സെഷൻ ഓൾസോ ക്ലിയർ. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് മെത്തേഡും പ്രോബ്ലം സോൾവിംഗ് ഏകദേശം ഒരുപോലെ വരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും റീസണിങ് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുന്നു, ഡിഫൈനിങ് ദ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, ദെൻ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു, ദെൻ ആ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ. സോ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ദെൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു നിഗമനത്തിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നു. ഇതാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു, ദെൻ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ പ്രിൻസിപ്പൾസ് പറഞ്ഞു. ഇനി അടുത്ത പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിനെ കുറിച്ച് അത് നമുക്ക് ഏകദേശം ഈ പറഞ്ഞു ലേണേഴ്സ് സെൻറ്റേർഡ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് അതിൻ്റെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് എല്ലാം കണ്ടെത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു മെത്തേഡാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രോബ്ലം എന്താണെന്നുള്ളത് ഡിഫൈനിങ് ദ പ്രോബ്ലം വരും. ദെൻ അതിനുശേഷം എന്താണ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ ആ ഹൈപ്പോത്തസിന് ബേസ് ചെയ്യുക ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ അല്ലേ, സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഇത്രയാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മുടെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പേര് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ദ ഫൗണ്ടർ ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊഫസർ H.E. ആംസ്ട്രോങ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് എംഫസൈസ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് ക്രിയേറ്റിവിറ്റിനെല്ലാം എംഫസൈസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഇൻ ദിസ് മെത്തേഡ് ടീച്ച് ആർ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഓർ ഗൈഡ്. അപ്പോൾ ടീച്ചറുടെ റോൾ എന്താണ്, ഫെസിലിറ്റേറ്റർ തന്നെയാണ്. എൻകറേജിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ നോളജ് ഇൻഡിപെൻഡൻ്റ്ലി. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി കുട്ടികൾക്ക് നോളജ് ഡിസ്കവർ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും എൻകറേജ് ചെയ്യുന്നതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂറിസ്റ്റിക്സ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഹ്യൂറിസ്കിൻ അല്ലെങ്കിൽ ഹ്യൂറിസ്കോ എന്നൊക്കെ പറയും, വിച്ച് മീൻസ് ഫൈൻഡിങ് ഓർ ഡിസ്കവറിങ് എന്നൊക്കെയാണ് മീനിങ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഫൗണ്ടർ ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നതാണ് H.E. ആംസ്ട്രോങ്. ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഫൗണ്ടർ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക, നമ്മുടെ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, നീഡ് എ കറക്റ്റ് ആൻസർ ആൻഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി ആൻഡ് ക്രിട്ടിക്കലി. അപ്പോൾ നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളെ കുറിച്ച് ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കലി ഒക്കെ തിങ്ക് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യും അല്ലേ. സോ ബൈ ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ദ ടീച്ചർ ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആൻഡ് ലേൺ ഹൗ ടു തിങ്ക് ഇൻഡിപെൻഡൻ്റ്. ഈ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതിലൂടെ ടീച്ചർക്ക് കുട്ടികളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ്ലി തിങ്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലേൺ ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നപ്പോൾ ദാറ്റ് ഈസ് ഒരു കീ പ്രിൻസിപ്പിളായിട്ട് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നൊരു പോയിന്റും കൂടി ഒന്ന് ഓർക്കുക. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് റെഫേഴ്സ് ടു ദി യൂസേജ് ഓഫ് സ്ട്രാറ്റജീസ്, റിസോഴ്സസ് ആൻഡ് അസസ്മെൻറ്റ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഒരു പർട്ടിക്കുലർ ലേണറുടെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എല്ലാമാണ് നമ്മൾ ഈ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് സ്ട്രാറ്റജീസ്, റിസോഴ്സസ് ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സ്ട്രാറ്റജീസും റിസോഴ്സസും അസസ്മെൻറ്റിനും യൂസ് ചെയ്യുന്നു ടു മീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നീഡ്സ് ഓഫ് വൺ പെർട്ടിക്കുലർ ലേണറുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്, റിസോഴ്സസ്, അസസ്മെൻറ്റ്സിനെ എല്ലാം ആണ് ഈ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി കുറച്ച് അല്ലറ വിശേഷങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കുറച്ച് ഭാഗങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ മേ ബി കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കട്ടെ, ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാനത് അടുത്തൊരു ക്ലാസ്സും കൂടി തരാം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കുറച്ച് ഗ്രേഡിങ് അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടി ഇനി ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ആ ടോപ്പിക്, നമ്മുടെ ഒരു പെഡഗോജി, കോമൺ പെഡഗോജിയുടെ ടോപ്പിക് കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി നിങ്ങളുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ സയൻസ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സൈക്കോളജി കണക്ട് ചെയ്ത് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എല്ലാം കണക്ട് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ
ഡിസ്കഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ക്ലാസ് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇതുപോലെ കോമൺ പെഡഗോജിയുടെ മോക്ക് ടെസ്റ്റ് നമ്മുടെ എനിക്ക് തോന്നുന്നു 4 മണിക്കാണെന്ന് തോന്നി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനിയും അതുപോലെ നമ്മുടെ ഈ എക്സാം വരെ നിങ്ങൾക്ക് ഈ കോമൺ പെഡഗോജിയുടെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ദെൻ സൈക്കോളജിയുടെ ക്വിക്ക് റിവിഷൻ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ സൈക്കോളജിയുടെ കാര്യങ്ങൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് വാട്സാപ്പ് ചെയ്യുക ഡീറ്റെയിൽസിന് വേണ്ടി. ഓക്കെ, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കുറേ പേർക്ക് ഭയങ്കര പിശുക്കാണ് കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ. ആ പിശുക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.